അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ അസ്ദുലില്ലാഹി സയ്യിദി ശുഹദാഇ. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുഹമ്മദ് എന്ന നാമത്തിൻ്റെ പവിത്രതയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഹദീസ് നമുക്ക് ഓതാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഅഖ്റജഹു ഫി ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദ. ഇൻഷാ അല്ലാഹ് ഈ ഹദീസാണ് എടുക്കാൻ പോകുന്നത്. വഅഖ്റജഹു ഫി ആഖിരി സമാൻ, അവസാന കാലഘട്ടത്തിൽ അള്ളാഹു ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറപ്പെടുവിപ്പിച്ചു. കമാ ഖദ്ദറ, അള്ളാഹു മുൻകൂട്ടി കണക്കാക്കിയതനുസരിച്ച് അവസാന കാലഘട്ടത്തിൽ അള്ളാഹു ആ മുത്തുനബിയെ പുറപ്പെടുവിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദ, അള്ളാഹു വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പം പറഞ്ഞതിൻ്റെ വാക്കർത്ഥം. എന്താണ് ആഖിറു സമാനിൽ പുറപ്പെടുവിച്ചെന്ന് പറഞ്ഞത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിലാണ് ഉദയം ചെയ്യുന്നത്. കണക്കുകൾ പറയുന്ന ഒരുപാട് കണക്കുകളുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. 8000 എന്നും 7000 എന്നൊക്കെ. നമ്മൾ കണ്ടതിൽ പ്രബലമായി തോന്നിയത് 5500 വർഷങ്ങൾക്ക് ശേഷമാണ്. ദുനിയാവിനെ സൃഷ്ടിച്ച് 5500 വർഷങ്ങൾക്ക് ശേഷമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൗതിക ലോകത്തേക്ക് ഭൂജാതനാകുന്നത്. അതുകൊണ്ട് ആഖിറു സമാൻ എന്ന് പറയുന്നു. മാത്രമല്ല, ആലമുൽ അർവാഹിൽ നിന്നും ആലമുൽ അജ്സാദ്, ആത്മാക്കളുടെ ലോകത്തു നിന്നും അജ്സാദുകൾ ഈ സൃഷ്ടികളുടെ ഈ ലോകത്തേക്ക് അള്ളാഹു തആല പുറപ്പെടുവിക്കുകയാണ്. അതാണ് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച സമയം, അത് ആദം നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഉള്ളതിൻ്റെ 2/3 പൂർത്തിയായതിനു ശേഷമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത് എന്ന് കിതാബുകളിൽ കാണാം. അതാണ് തങ്ങൾ ബുഇസ്തു അന വസ്സഅതു കഹാതൈനി, എന്നെ നിയോഗിക്കപ്പെട്ടു, ഞാനും അതേപോലെ തന്നെ ലോകാവസാനവും ഖിയാമത്ത് നാളും കഹാതൈനി 2 വിരൽ പോലെയാണ്, അത്ര അടുത്താണ്, കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് അവസാന കാലഘട്ടമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആയുസ്സിനെ പറ്റി പറഞ്ഞില്ലേ? മുൻകാലത്തിലുള്ള ആളുകളുടെ ആയുസ് നോക്കുകയാണെങ്കിൽ എൻ്റെ സമൂഹത്തിനുള്ള ആയുസ് അത് മിൻ സ്വലാത്തിൽ അസ്രി ഇലാ ഖുറൂബി ശംസ്, അസർ മുതൽ മഗ്രിബ് വരെ, സൂര്യാസ്തമയം വരെയേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ മുൻകാലഘട്ടത്തിലുള്ള ആളുകളുടെ ആയുസ് നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ളവരുടെ ആയുസ് അസർ മുതൽ സൂര്യാസ്തമയം വരെ ഉള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ ഭൂജാതരായവരാണ്. ആദ്യം നബിയായവരും അവസാനം നബിയായവരിൽ വിയോഗം നടക്കുന്നതും വഫാത്താക്കുന്നതും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആദ്യം നബിയായത് മുത്തുനബിയാണ്. ആദ്യം നബി അലൈഹി സ്വലാം മണ്ണായിരുന്ന സമയത്ത് തന്നെ മുത്തുനബി നബിയാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാവുന്നതാണ്. മാത്രമല്ല അബ്ദ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അള്ളാഹു വെളിപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, മുൻകാലഘട്ടത്തിലെ അള്ളാഹു തആല ആ പ്രവാചകൻ്റെ സുവിശേഷം ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. എല്ലാ വേദഗ്രന്ഥത്തിലും അഹ്മദ് എന്നും മുഹമ്മദ് എന്നൊക്കെ കാണാൻ കഴിയും. നമ്മൾ ഇന്നലെ ഒരു ചരിത്രം പറഞ്ഞല്ലോ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ ചരിത്രം പറഞ്ഞല്ലോ ഇന്നലെ. ആ തൗറാത്തിൽ മുഹമ്മദ് എന്ന് കണ്ടപ്പോൾ കണ്ണിമൽ വെച്ച് ചുംബിച്ച ആളുടെ പുരുഷനെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പം എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു തആല അതാത് കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരിലൂടെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇന്നാലിൻ്റെ പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പ്രവാചകൻ ഈ ലോകത്തേക്ക് വരാനുണ്ടെന്നുള്ള എല്ലാ അമ്പിയാക്കളും സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബൈത്ത് ഹംസിയയിൽ കാണാം. മാ മളത്ത് ഫത്രത്തു മിനർ റുസുലി ഇല്ലാ ബിശ്റത്ത് ഖൗമുഹാ ബിക്കൽ അംബിയാ എന്ന ബൈത്ത് കാണാൻ കഴിയും. എല്ലാ സമൂഹക്കാരും ഫത്രത്ത് കഴിഞ്ഞ് കിടക്കാത്ത അമ്പിയാക്കളിൽ നിന്നും എല്ലാ ആളുകളും സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഫത്രത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ അത് ഒരു അമ്പിയാഹിൻ്റെ വിയോഗവും അതേപോലെ തന്നെ മറ്റൊരു അമ്പിയാഹിൻ്റെ ഫത്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു അമ്പിയ മരിക്കും, അതേപോലെ തന്നെ മറ്റൊരു അമ്പിയാഹിൻ്റെ നിയോഗവും, ഒന്ന് വിയോഗം മറ്റൊന്ന് നിയോഗം, അതാണ് ആ വാക്ക് കിട്ടേണ്ടത്. അപ്പം നിയോഗവും അതേപോലെ തന്നെ വിയോഗവും, ഒരു അമ്പിയ മരിക്കുന്നു, അതേസമയം ഒരുപാട് കാലഘട്ടത്തേക്ക് ആ കാലഘട്ടത്തിലൊന്നും അമ്പിയാക്കൾ ഉണ്ടാവില്ല, ശേഷം വേറൊരു അമ്പിയ അതിനെ നിയോഗിക്കണം അല്ലാഹു തആല. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കാലഘട്ടമാണ് ഫത്രത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയും മുത്തുനബി തങ്ങളുടെയും ഇടയിൽ 600 വർഷത്തെ ഫത്രത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ
അങ്ങനത്തെ കാലഘട്ടം കടന്നു പോയിട്ടില്ല. ഇല്ലാ ബുഷറത്ത് കൗമഹാബിക്കൽ അമ്പിയാക്കൾ ആ മുത്തുനബിയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലാതെ. അപ്പോൾ സന്തോഷ വാർത്ത എല്ലാ കാലഘട്ടത്തിലുള്ള ആളുകളിലേക്കും അതാത് കാലത്തുള്ള അമ്പിയാക്കൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാവുന്നതല്ലേ, ഉർസിൽ തുലിന്നാസി കാഫ, മുത്തനബി പറഞ്ഞതല്ലേ, ഈ ലോകത്തുള്ള എല്ലാവരിലേക്കുമാണ് മുത്തുനബി അയക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതാണല്ലോ മുത്തനബി പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒബിയദി ലിവാ ഉൽ ഹംദ്, എൻ്റെ കയ്യിലാണ് ലിവാ ഉൽ ഹംദ് ഉള്ളത്. ആദം നബി അലൈഹി സ്വലാം മുതൽ ബാക്കിയുള്ള എല്ലാ നബിമാരും തഹ്ത ലിവാ, ഈ എൻ്റെ കൊടിയുടെ താഴെയായിരിക്കും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരിലേക്കും നിയോഗിതനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അബ്ദ, അള്ളാഹു തആല എല്ലാവർക്കും വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇന്നാലൊരു കാലം, ഇന്നാലിന്ന കാലഘട്ടത്തിൽ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ വരട്ടോ എന്നൊരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.